വൈകുന്നേരം ആയപ്പോഴേ ഒരു കൊറിയർ ഉണ്ടായിരുന്നു. അത് മേടിച്ചു തന്നെ വരവാണ് ആ കാണുന്നത്. അവക്കുള്ള സാധനമൊന്നുമല്ല, എന്നാലും കൊറിയറൊക്കെ വന്നാൽ ഭയങ്കര സന്തോഷമാണ് നമുക്ക്. അതൊരു ഫേസ് വാഷാണ്. എനിക്കും അല്ല, അനിയനാണ്. അപ്പം കുറേ ദിവസമായി പറഞ്ഞു ഫേസ് വാഷ് ഓർഡർ ചെയ്യുന്നു. അങ്ങനെ അത് കിട്ടി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇന്ന് ഞങ്ങൾക്ക് മാസവണക്കം തീരണ ദിവസമായിരുന്നു. അപ്പം ഞങ്ങളിന്ന് പരിപ്പ് പായസം വെക്കുന്നുണ്ട്, നെയ്ച്ചോറും ചിക്കൻ കറിയും വെക്കുന്നുണ്ട്. അങ്ങനെ ആകെ ഒരു ബഹളമായിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അതിൻ്റെ ഇടയിൽ കൂടി ഞാൻ എൻ്റെ നാരങ്ങച്ചാർ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് അവൻ വന്ന് കഴിഞ്ഞപ്പോൾ എന്നോട് കുറച്ച് സാധനങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പഴവും പൊറോട്ടയും അങ്ങനെ ഉരുളക്കിഴങ്ങൊക്കെ ഇട്ട്. പൊറോട്ട എന്തിനാണെന്ന് വെച്ചാൽ എൻ്റെ അമ്മ ചിക്കൻ ബിരിയാണി എന്നല്ല, ബിരിയാണി ഐറ്റംസ് ഒന്നും കഴിക്കില്ല. മന്തി, ഫ്രൈഡ് റൈസ് അങ്ങനെയുള്ള സാധനങ്ങളും കഴിക്കില്ല. അപ്പോൾ അമ്മക്ക് ഞങ്ങൾ ബിരിയാണിയൊക്കെ വെക്കുമ്പോൾ നമുക്ക് പൊറോട്ട മേടിക്കും. അപ്പോൾ അമ്മക്കുള്ള പൊറോട്ടയൊക്കെ കേട്ട് അവൻ വന്നതാണ്. അപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റി. അപ്പോൾ ഞങ്ങൾക്ക് നെയ്ച്ചോറും ബിരിയാണിയൊക്കെ ആണെങ്കിൽ ഞങ്ങൾക്ക് എന്തായാലും മുട്ട പുഴുങ്ങി തരണം. അതിൻ്റെ ഇടയിൽ കൂടി മുട്ട പുഴുങ്ങാൻ വെച്ച്. അപ്പോഴത്തേക്ക് അവൻ ആ കൊറിയർ പൊട്ടിച്ച് നോക്കണേന്. അപ്പോൾ അവൻ പറയണ്ടായിരുന്നു ഇങ്ങനെ സ്ക്രബുള്ള ടൈപ്പ് ഫേസ് വാഷ് വേണമെന്ന്. അങ്ങനെ അതൊക്കെ വാങ്ങിച്ച് അപ്പോൾ ആ സാധനങ്ങൾ എങ്ങനെ ഉണ്ടെന്നൊക്കെ ഞാനും നോക്കി കുറച്ച് കയ്യിലിട്ട് നോക്കുന്നുണ്ട്. സ്ക്രബ് ഉണ്ടാ അങ്ങനെയൊക്കെ പറഞ്ഞു. ആദ്യമായിട്ട് മേടിക്കണം ആ ബ്രാൻഡ്, അതായത് മെൻസിൻ്റെ ആ ബ്രാൻഡ് ആദ്യമായിട്ട് മേടിക്കണം. മുട്ടയൊക്കെ പുഴുങ്ങിയതൊക്കെ തണുത്തോളത്തിൽ ഒഴിച്ചു വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോൾ അവന് ചായ ഇട്ട് കൊടുത്ത്. ചായയൊക്കെ കുടിച്ച് കഴിയുമ്പോഴത്തേക്കും പായസമൊക്കെ റെഡിയായി. പായസം റെഡിയാക്കിയപ്പോൾ ഞാൻ അന്നമോൾക്ക് കൊടുത്തിട്ടാ. അപ്പം അന്നമോള് അത് അവിടെ നിന്ന് കഴിക്കണുണ്ടായിരുന്നു. അപ്പോൾ പായസം റെഡിയാക്കി ഇപ്പോഴത്തെ അടുപ്പിൽ ഞാൻ എണ്ണ വിടാൻ വെച്ചിട്ടുണ്ട്. അന്നേരം പപ്പടമൊക്കെ വറുത്ത് വരണം. പായസത്തിനും പപ്പടം വേണം, നെയ്ച്ചോറും പപ്പടം വേണം. ഈ അച്ചാച്ചൻ്റെ മോളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ പപ്പടക്കുച്ചികളാണ്. നമുക്ക് അത്രയും പപ്പടത്തിനോട് താല്പര്യമില്ല. നിങ്ങൾക്ക് പപ്പടം എന്ന് പറഞ്ഞാൽ പ്രാന്താണ്. അതിന് കുറച്ച് എണ്ണ അധികം ഒഴിച്ചായിരുന്നു. അപ്പം അതൊരു ചിക്കനും വറുത്തെടുക്കാം, സവാളയും വറുത്തെടുക്കാമെന്ന് പറഞ്ഞാൽ അപ്പോൾ അത് ഓരോന്നും അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണേ. അപ്പോഴത്തേക്കും കുറച്ച് പാത്രം, വലിയ പാത്രം എപ്പം കഴുകണം, കാരണം അധികം പാത്രമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ വേഗം കഴുകി അങ്ങോട്ട് മാറ്റി കഴിഞ്ഞപ്പോഴത്തേക്കും ചിക്കൻ കറിയൊക്കെ റെഡിയായി. അപ്പോൾ അമ്മ വന്നായിരുന്നു. അമ്മനെ വിളിച്ചേ ടേസ്റ്റ് നോക്കാൻ വേണ്ടി. അമ്മ ഓക്കെ പറഞ്ഞാൽ പിന്നെ സമാധാനമാണ്. പിന്നെ അമ്മ ചിക്കൻ കറിയൊക്കെ നോക്കി നല്ലതാണെന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ കുറച്ച് അരി വെള്ളത്തിലിട്ടുണ്ടായിരുന്നു നാളത്തേക്ക് അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അപ്പത്തിനുള്ള സാധനങ്ങൾ അരി കഴുകിയത് ഒന്നുകൂടി കഴുകിയിരിക്കണേ അരയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നോക്കിയപ്പോൾ ഒരാളെൻ്റെ അടുത്ത് നിന്ന് മുട്ട പൊളിച്ചുകൊണ്ടിരിക്കുന്നു. നല്ല അടിപൊളിയായിട്ട് പൊളിക്കട്ടെ. മുട്ട പൊളിക്കുന്നതിന് സന്തോഷമാണ് കാണുന്നത്. നല്ല ക്ലിയറായിട്ട് പൊളിച്ചു. ഞാൻ പൊളിച്ചപ്പോൾ അത്രയും ക്ലിയറായിട്ട് ഇട്ടാറില്ല. അപ്പോഴത്തേക്കും ഞാൻ അപ്പത്തിൻ്റെ മാവൊക്കെ അരച്ച് മാറ്റി. നിങ്ങൾക്കറിയാലോ അപ്പം ഉണ്ടാക്കാൻ. അങ്ങനെ അപ്പത്തിൻ്റെ മാവൊക്കെ അരച്ച് മാറ്റി അടുക്കളയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഇപ്പുറത്തോട്ട് വന്നപ്പോൾ അന്നമോൾ അവിടെ ഇരുന്നിട്ട് പായസം കഴിക്കണം. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് വെച്ചപ്പോഴത്തേക്കും അടിപൊളിയാണ്, സൂപ്പറാണെന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ ഇച്ചിരി എനിക്കായിരുന്നു വെച്ചപ്പോഴത്തേക്കും വാരിയൊക്കെ തന്നിട്ടാ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്കും ഇഷ്ടപ്പെട്ടു നല്ല. പക്ഷേ ശർക്കര കറുത്തതായിരുന്നില്ല, അല്ലെങ്കിൽ ഇച്ചിരി കളറുണ്ടായേനെ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ പ്രാർത്ഥനയൊക്കെ ചൊല്ലി മാസവണക്കമൊക്കെ തീർത്ത് അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെ ലാസ്റ്റ് കിടന്നുറങ്ങി.